ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. വേണോ സൂര്യനെ കണ്ടന്റ് തന്നോണ്ടിരിക്കുകയല്ലേ? ഓ പിന്നല്ല, ഞാൻ നിർത്തത്തില്ല. ഞാൻ ഇങ്ങനെ തന്നെ പോകും. ഞാൻ ഇത് കാണിക്കും, അത് കാണിക്കും. രണാസുനയ്ക്ക് ആവശ്യം ഇതാണ്. അങ്ങനെയല്ലേ പറയണം. പിന്നെ നമ്മൾ എന്തിനു നിർത്തണല്ലേ? പച്ച ഇറച്ചി തിന്നുന്നോ എന്ന് പറയാൻ മാത്രം രണാസുനയ്ക്ക് അറിയാം. പക്ഷെ അതിൽ പച്ച ഇറച്ചി ഉണ്ടോ എന്ന് അറിയാൻ വയ്യ. എല്ലും കൂടും. നമുക്ക് എല്ലി സൂപ്പ് ചെയ്യായിരുന്നു. സൂപ്പ് എനിക്ക് വേണ്ട, സൂപ്പായിരുന്നാലും. എനിക്ക് വേണോ? നമുക്ക് ആദ്യം രേണു ചേച്ചിയുടെ ഒരു പുതിയ ഡാൻസ് കാണാം. വേണ്ട, ഞാൻ കാണിച്ചു തരാം, നോക്ക്. കറക്റ്റ് അതുപോലെ തന്നെ. ഓ, അവര് തന്നെ പുതിയ സ്റ്റെപ്പൊക്കെ പഠിച്ചു. ഓ, സീൻ സാധനം. എൻ്റെ പൊന്നോ, തുള്ളല്. നമുക്ക് അത് മൂട് തൊട്ടാണ് തുടങ്ങണത്. മൂട് ഇങ്ങനെ വെച്ചിട്ട് അവിടെ കൊണ്ട് ഇങ്ങനെ ഒരു കറക്കമുണ്ട്, കറക്കി തിരിഞ്ഞു വരും. കണ്ട, ഫെവിക്കോള കണ്ടോണ്ട് ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്. അതേപോലെ അവര് തന്നെ പറയാം. അവര് തന്നെ തമന്ന തന്നെ. പവർ വന്നില്ലേ? ഇനി നമുക്ക് രണ്ടാവരാധം പറയാം. രേണുസുതിയാണ്. ഞാൻ അങ്ങനെ ഒരു വീഡിയോസ് കണ്ടാലും അധികം പ്രതികരിക്കാത്തതാണ്. അയ്യോ, രണാസുനയ്ക്ക് വിഷമം, സങ്കടം നിറഞ്ഞങ്ങ് പൊട്ടി ഒഴുകുന്നു. എല്ലാം കൂടെ പെരുകി വന്നങ്ങ് പൊട്ടി ഒഴുവേണ്. ഇന്ന് വേറൊരു വീഡിയോ ഞാൻ കാണിച്ചു. ഒരു വീഡിയോയെ നീ കാണുന്നുള്ളു. അപ്പൊ നമ്മളൊക്കെ ഈ ചെയ്യണൊക്കെ ആര് കാണാൻ വേണ്ടിയിട്ടാണ്? എൻ്റെ പൊന്ന് രേണു ചേച്ചി, നിങ്ങളൊന്ന് കാണും നമ്മൾ ചെയ്യണ വീഡിയോ. ആരെങ്കിലും ഒന്ന് അയച്ചു കൊടുക്ക് പ്ലീസ്. രേണുവിന് സങ്കടം വന്നെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും കണ്ടിട്ട് സങ്കടം വന്നിട്ടില്ല. ഈ ഒരു കാര്യവും കണ്ടപ്പോൾ രേണുവിന് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കണം. ഞാൻ പാവപ്പെട്ട വിധവയുടെ വിഷമം കൂടെ നിങ്ങളൊന്ന് അറിയണേ. ഇതും കഴിഞ്ഞിട്ട് പോയിരുന്ന തുണി മാറ്റി കളിച്ച്. അതാണ് അവിടുത്തെ കോമഡി. ഇത്ര മനോഹരമായ പടം. കറക്റ്റ് അതുപോലെ തന്നെ, സുന്ദരിയായിട്ടുണ്ട്. അതേപോലെ തന്നെ. ഇതല്ലാന്നാണോ നീ വാദിക്കുന്നത്? വരച്ച ആളിന് അവാർഡ് കിട്ടും. എന്റെ പടം വരച്ചാണ്. പുറകിലൊരു എലിപ്പട്ടിയൊക്കെ ഉണ്ട്. പിന്നെ അല്ലാതെ വേറെന്തോ? എലിപ്പട്ടിയാ? എലിപ്പെട്ടിന്നായിരിക്കും. അവർ പല്ലൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർക്ക് സംസാരിക്കാൻ പറ്റുന്നു. എലിപ്പെട്ടി പ്ലീസ്, അവരിങ്ങനെ ആക്ഷേപിക്കരുത്. എലിയെ പിടിക്കുമല്ലോ, എലിപ്പെട്ടി. ആ പെട്ടി പിടിക്കാനാണ് ബാക്കിൽ വെച്ചേക്കണത്, എലിപ്പെട്ടി. അതുപോലെ അതിന്റെ അടിയിൽ വന്ന കമന്റ് അവർക്ക് അങ്ങനെ വേണം, അവള് അങ്ങനെയാണ്. നിങ്ങൾ ആ കമന്റ് നീ കണ്ടോളാം. നല്ല കമന്റുകൾ വായിക്ക്. അത് തന്നെ. അങ്ങനെയാണ്. നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് എന്നെ പറ്റി? എന്തറിഞ്ഞിട്ടാണ്? നിന്നെ പറ്റി എന്തറിയാൻ? നമ്മളീ അറിയണതൊന്നും അല്ല കാര്യം. ഇതിന്റെ പിറകില് വേറൊരു രേണുസുതി ഉണ്ട്. മമ്മിക്ക് അറിയാം രേണുസുതിനെ? എനിക്കറിയാം. ഇതിന് എന്തായിരുന്നാ പറയില്ല, മണിക്കൂർ വെച്ചിട്ട് വേറൊരു ടൈപ്പ് രേണു ഉണ്ട്. ആ മണിക്കൂറിന് ഇത്രയാണെന്നും മീറ്റപ്പിന് വിളിച്ചല്ലോ, അതാണ് അവര് പറഞ്ഞത്. പിന്നെ ബാറില് രേണുസുതി അല്ല. ഈ നെഗറ്റീവ് പറയുന്ന ആർക്കും എന്നെ അറിയില്ല. ഞാൻ ആർക്കും അറിഞ്ഞൂടാ. നെഗറ്റീവ് പറയുന്ന ഒരു മനുഷ്യനല്ലടാ. നിങ്ങൾ എന്തിന് രണാസുനയ്ക്ക് നെഗറ്റീവ് കമന്റ് ഇടുന്നു? അവർ പാവല്ലേ. ശ്രുതി മരിച്ചതിന് ശേഷം വിധവയായിട്ട് കഴിഞ്ഞവരത്രയും കഷ്ടപ്പെട്ടാണ് അവർ കഴിഞ്ഞത്. തുണി മേടിക്കാൻ പൈസ ഇല്ല. നീ എന്തേരില്ല വട്ട് ഗുളി കഴിച്ചിട്ടിരുന്ന ആടുകളൊക്കെ അല്ല, തുണി മേടിക്കാൻ പൈസ ഇല്ലാത്ത വിധവ. നാട്ടുകാർ മൊത്തം പൈസ അയച്ചു കൊടുത്താണ് അവർ ഇച്ചി മൂലമുള്ള തുണിയെങ്കിലും മേടിക്കണത്. വിധവ അത് വെച്ചാണ് ഇച്ചിരി വീഡിയോ പിടിക്കണത്. ബട്ടൺസ് തയ്ക്കാൻ പോലും പൈസ ഇല്ല. ഇവിടെയൊക്കെ കീറി കിടക്കണത് ആരൊക്കെ കൊടുത്തത് അത് ഇട്ടും കൊണ്ടാണ് സപ്രീസണിലിരിക്കണത്. ഇത്രയും നമ്മള് ചന്തയെന്നൊക്കെ മേടിക്കണ വലയൊക്കെ ഉണ്ടല്ലോ, ആ വലയൊക്കെ വെച്ചാണ് ഇച്ചിരി മൂലം തുണിയെങ്കിലും തയ്ക്കണം. അത് ചന്തേന്ന് മേടിക്കണത് ഒരു കഴിവക്കത്തിൽ കീറിയാലും അത് പിന്നെ തച്ചു കൊടുക്കാനും നിവർത്തിയില്ല. അതുകൊണ്ടാണ് അതങ്ങനെ കിടക്കണത്. വിധവ. ആ രേണുസുതിയെ നിങ്ങൾക്ക് അറിഞ്ഞൂടാ. കുട്ടികളെ വളർത്താൻ കഷ്ടപ്പെടുന്ന വിധവ.
കഴിക്കാനൊന്നും നിവർത്തിയില്ല, ഫുഡ് കഴിക്കാൻ നിവർത്തിയില്ലാത്തതുകൊണ്ട് ജനങ്ങളോട് തെണ്ടുന്ന വിധവ, വീടില്ലാത്തത് കൊണ്ട് തെണ്ടി വേടിക്കുന്ന വിധവ, കിച്ചുവിൻ്റെ വീട്ടിൽ കയറി കിടക്കുന്ന വിധവ, നാണോമാനോ ഇല്ലാത്ത കൊറണ്ണത്തിന് തുണി അഴിച്ച് മാറ്റി തീറ്റിപ്പോറ്റുന്ന വിധവ, സപ്രീസനിൽ തുണി മാറ്റി കളിച്ച് കിട്ടുന്ന പണം കൊണ്ട് ഉണ്ണുന്ന വിധവ, തങ്കപ്പനും തങ്കച്ചിയും വിയർപ്പിൻ്റെ അസുഖമുള്ള അത്രയെണ്ണം കയറി ഇരുന്നും കൊണ്ട് അണ്ണാക്കിലോട്ട് കുത്തി ഇറക്കി കൊടുക്കുന്ന വിധവ. സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഞാനിപ്പോ ഏത് അവസ്ഥയിലാണ് പോകുന്നത് അല്ലെങ്കിൽ എന്താണെന്നൊന്നും അറിയില്ല. വെറുതെ കളിയാക്കാൻ എല്ലാവർക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും സാഹചര്യങ്ങൾ മോശമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യാനുള്ളത് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന സാധനം അങ്ങോട്ട് തുടങ്ങുക. എന്നിട്ട് തുണി മണിയൊക്കെ മാറ്റിക്കളഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുക അങ്ങനെയൊക്കെ ഇരുന്ന് കുറച്ച് പൈസ ഉണ്ടാക്കുക. ആ സാഹചര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾ പിന്നെ മനുഷ്യനാണോ? അത്രയ്ക്കും അധ്വാനിച്ച് വിയർത്തൊക്കെ കാണണം. വിയർപ്പെന്ന് പറഞ്ഞാ കറണ്ട് പോയാലും എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് വിയർത്ത് കുളിച്ച് അധ്വാനിച്ച് പാറ പിടിക്കുകയാണ്. പാറ ചുമട്. അങ്ങനെ പാറയും ഒരേ ചാക്ക് 2 ചാക്ക് അരിയൊക്കെ ചുമന്നാണ് വിയർത്ത് കുളിച്ച്. ഈ കണ്ട ആയിരക്കണക്കിന് കമന്റുകളൊക്കെ വായിച്ച് അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണ്ടേ? അപ്പം വിയർക്കും. മണിക്കുട്ടാ മോനെ, മണിക്കുട്ടനെ ഭയങ്കര ഇഷ്ടം. മണിക്കുട്ടാ എന്നാണ് സപ്രീസനിൽ വിളിക്കണത്. എന്നെ നേരിട്ട് കണ്ട ആരും എന്തായാലും ഞാൻ എലിയാണെന്നോ പല്ലിയാണെന്നോ ഒന്നും പറയാറില്ല. അതെന്തുകൊണ്ടാണ് പറയാത്തത്? നേരിട്ട് കണ്ട ആൾക്കാർക്ക് നല്ലോണം അറിയാം. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആയിട്ടല്ലേ കൂട്ടുകൊടുക്കും. അങ്ങനെയുള്ള ഒരു പ്രത്യേക യൂണിവേഴ്സ് ഒക്കെ നിങ്ങൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടല്ലോ. ഏതാണ് മറ്റേ കരടി, അലിൻ ജോസ് പറാറ, നിങ്ങളുടെ പ്രതീഷ്, ദാസേട്ടൻ, ദാസപ്പൻ, പിന്നെ വേറെ കുറെ, പിന്നെ ഒരു കോഴി, വേറൊരു കാട്ടുകോഴിയുണ്ട്. പിന്നെ എവിടെ കിടന്നത് ഹോട്ടലില്ല, എവിടെയൊക്കെ റൂം എടുത്ത കിടന്ന കാട്ടുകോഴി. പിന്നെ വേറൊരുത്തനെയും കൊണ്ട് കിടക്കണുണ്ട്. പിന്നെ നമ്മളെ എന്തൊരു ചട്ടിശാരിക, ചട്ടിശാരിക, അതൊന്നും പറയാതിരിക്കാൻ വയ്യ. ഇവരെല്ലാരും അല്ലേ രണാസുന, നിന്റെ കൂട്ട്, നിന്റെ മൂടുതാങ്ങികൾ. പിന്നെ നീ ഇങ്ങനെയൊക്കെ ഇരിക്കുള്ളൂ. അവര് മാത്രമേ നിനക്ക് സപ്പോർട്ടുള്ളൂ. പിന്നെ ഈ പാവങ്ങള് അവരെയൊക്കെ വീട്ടിൽ മക്കളും കുട്ടികളും കുടുംബവും ഉള്ളതുകൊണ്ട് അവരിരുന്നും കൊണ്ട് പറയും, നീ അങ്ങനെ കാണിക്കല്ലേ, ഇങ്ങനെ കാണിക്കല്ലേ, നീ എന്തിനാണ് തുണി മാറ്റി കളിക്കണം എന്നൊക്കെ പറയുമ്പോൾ നിനക്കത് ഇഷ്ടമല്ല. നിനക്ക് വിയർപ്പിൻ്റെ അസുഖമുണ്ട്. നിൻ്റെ വീട്ടിലുള്ള എല്ലാത്തിനും വിയർപ്പിൻ്റെ അസുഖമുണ്ട്. അപ്പം നീ ഇങ്ങനെ കാണിച്ചു കൊണ്ട് കൊടുക്കുന്ന പണമാണ് നിൻ്റെ വീട്ടിലുള്ളവരെ അണ്ണാക്കിലോട്ട് ഇറക്കണത്. ശംഖു ശ്രീജിത്ത് എന്ന് പറയുന്നൊരു പെയ്ഡ് ആർട്ടിസ്റ്റാണ്. ഇതാണ് അയാളുടെ പ്രൊഫൈല്. കലയെന്ന് പറയുന്നത് മറ്റുള്ളവരെ കുത്തി നോവിക്കാനുള്ളതല്ല. നിനക്ക് നൊന്തല്ലേ, നിനക്ക് നൊന്ത്. ഈ സിനിമ അഭിനയം എന്ന് പറയുന്നത് ഒരു കലയല്ലേ സുഹൃത്തുക്കളെ? ആ അഭിനയം എന്ന് പറയണ ആ കലേനെ നശിപ്പിച്ച് നീയാണ് നശിപ്പിച്ച് വെച്ചാൽ അഭിനയം എന്നൊക്കെ പറഞ്ഞ കലാകാരന്മാര് ഉണ്ടാക്കിയെടുത്ത ഒരു ഫീൽഡാണ് സിനിമ. അതിനെ വെറുതെ നശിപ്പിച്ച് നാണം കെടുത്തി പണ്ടാരടക്കി അടിച്ചു വിട്ടുകയറും കേട്ടോ. അത് അവളടുത്ത് തീർത്താ പോരെ, അടുത്തിരിക്കണം മനുഷ്യന്മാരെന്തിനാണ്? എല്ലാ എണ്ണത്തിന്റെ കുടുംബം തകർത്ത് ഈ നാറി കയറി. എനിവേ, നിങ്ങളൊരു നല്ല കലാകാരനാണെങ്കിൽ ആ വാക്ക് എവിടെ നിന്ന് കിട്ടി? എനിവേ പുതിയ വാക്കൊക്കെ പഠിച്ചു. കുത്തി നോവിച്ചുകൊണ്ടല്ല കല ചെയ്യേണ്ടത് എന്ന് ഞാനൊന്ന് ഓർമ്മിപ്പിക്കുന്നു. മനുഷ്യസ്ത്രീ നീ മനുഷ്യ സ്ത്രീയാണ്. നീ ഏത് മനുഷ്യ കുലത്തിൽപ്പെട്ടതാണ്? നീ നല്ലോണം ജീവിക്കുന്ന കുടുംബങ്ങളെ മൊത്തവും തകർത്ത് അതിലുണ്ടാവുന്ന കുട്ടികളെ മൊത്തവും തകർക്കണ സന്താനങ്ങളാണ്, സാധനമാണ് നീ. പിന്നെ നീ മനുഷ്യനിലുള്ളതാണ് എന്ന് ഒരിക്കലും പറയരുത്. പ്രത്യേകിച്ച് ഭാര്യ മക്കളൊക്കെ ഉള്ള ഭർത്താക്കന്മാരെ കണ്ടുപിടിച്ച് ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിച്ച് അവർക്ക് പോയി മെസ്സേജ് ഇട്ട് കൂടെ അഭിനയിച്ച് അവരെ കുടുംബം തകർത്ത് കുളം തോണ്ടി പണ്ടാരടങ്ങിയ ഒരു പണ്ടാര സാധനമാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോണം. നിങ്ങളെയൊക്കെ വീട്ടിലുള്ള ഭർത്താക്കന്മാരെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം, മക്കളെയൊക്കെ ശ്രദ്ധിക്കണം. ഈ സബ്സ്ക്രിപ്ഷനിൽ കയറിയിരിക്കണം. ചിലപ്പോൾ നിങ്ങളെ വീട്ടിലുള്ളവരും കാണും. ഇന്നലെ ഞാൻ കണ്ടതാണ്, തൊപ്പി മാറ്റിയിട്ട് മണിക്കുട്ടാ ധൈര്യം ഞാൻ പറയും എന്നൊക്കെ പറയണത്. പല കലാകാരന്മാരെ കണ്ടിട്ടുണ്ട്. ഇത് ഭയങ്കര പാടായിരുന്നു. അയ്യോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല.
കുഴപ്പമില്ലേ, നീ എന്തിനു വീഡിയോ ചെയ്യണം? നീ എന്തിനു വീഡിയോ ചെയ്യണം? നീ ഇതൊക്കെ പറഞ്ഞിട്ട് നീ വന്നിരുന്ന് മാറ്റി കളിച്ചല്ലോ, അത് നമ്മൾ കണ്ടല്ലോ. ഇവരെ യൂണിവേഴ്സിലെ മെമ്പേഴ്സ് ആണ്, മെമ്പേഴ്സ് പറയണമെന്ന് കേൾക്കാം. കറടി ലൈവില് വന്നപ്പോ ജസ്റ്റ് ഈ ചുണ്ടും മുറിഞ്ഞേക്കണ കണ്ടോ എന്നൊന്ന് ലൈവിൽ കാണിച്ചു. അത് വലിയ തെറ്റൊന്നുമല്ല. എടാ പരമ നാറി, എടാ നീ കിടന്ന് കാണിക്കണ കോലങ്ങളൊക്കെ അറിയാം. നീ എന്തുകൊണ്ടാണ് ആ കടലിലൊക്കെ ആ തിര വരണേനകത്തൊക്കെ നീ ഏതോ ഒരു എരുമ പോലത്തെ ഏതൊക്കെയോ എണ്ണത്തിനെ കൊണ്ട് കടലിൽ ആ തിരയരകത്ത് കിടന്ന് മറിയണത് നമ്മൾ കണ്ടതിന് നിന്നെയൊക്കെ എടുത്ത് റിയാക്ട് ചെയ്യണം. ആ ഒരു കാര്യമേ ഉള്ളൂ. അതാണ് നീ രേണുശ്രുതി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പേര് മാറ്റി രേഷ്മ തങ്കച്ചൻ. ശ്രുതി എന്ന് പറയുന്ന ഒരു നല്ല ഒരു കലാകാരനെ നിങ്ങൾ നാണം കെടുത്തരുതേ. അയാൾ മരിച്ചെങ്കിലും അയാളെ വെറുതെ വിട്. ഇന്ന് ശുചിച്ചേട്ടൻ പറ. ലൈവ് ചെയ്യുന്നവര് അവരുണ്ടാക്കുന്ന ഫുഡിന്റെ കാര്യം വരെ ലൈവില് കാണിക്കാറുണ്ട്. ഈ രേണുസുതി എന്ത് ചെയ്തിട്ടാണ് ആ കുട്ടിയുടെ നെഞ്ചത്തേക്ക് രേണുസുതിനെ കുട്ടി? അയ്യോ, ഇയാള് വശീകരിക്കണം. നല്ല നിനക്കാണ് പറ്റിയത്. നിങ്ങൾ ചേരുമ്പടി വളരെ മോശമായ ഒരു കാര്യമാണ്. ആ കുട്ടിയുടെ ചുണ്ടൊന്നും മുറിഞ്ഞത്. ചുണ്ട് മുറിഞ്ഞ് ലിപ്സ്റ്റിക് ഇട്ട് കട്ടിക്ക് ഇവിടെ വെച്ചിരിക്കുകയാണ്, കട്ടിക്കാക്കി വെച്ചിരിക്കുകയാണ്. അവിടെ അത്രയും ഭാഗം ഇളക്കിയില്ല. ആളുകൾ റിയാക്ട് ചെയ്തത് കൊണ്ട് അത് ഇളക്കാതെ വെച്ച് എൻ്റെ ചുണ്ട് മുറിഞ്ഞത് കൊണ്ടാണ് ഇങ്ങനെ കാണിച്ചേന്ന്. അതെങ്ങനെ എടി കാണിക്കണം? എനിക്കവിടെ സത്യം പറഞ്ഞാൽ വരണില്ല. ജസ്റ്റ് ഒന്ന് കാണിച്ചപ്പോഴത്തേക്കും കുറെ അവന്മാർ എഡിറ്റ് ചെയ്തിട്ട് അവരുടെ റീച്ചിന് വേണ്ടി അവരുടെ റിയാക്ഷൻ വീഡിയോ ഭയങ്കര കത്താൻ വേണ്ടി കൊണ്ടിട്ടിട്ട് കൊടുത്തു. ആ കുട്ടി എന്ത് തെറ്റ് ചെയ്തിട്ടാ? നിങ്ങളെപ്പോലുള്ള ആളുകളെ കുറെ വീഡിയോ ഇട്ടിട്ട് അവരെ നിങ്ങൾ ഇത്തിരി പ്ലീസ് ഇതിന്റെ ഈ കരടിയുടെ പിറകെ പോകും എല്ലാരും. അതിന് വേണ്ടി കരടി പറയണ എഡിറ്റ് ചെയ്തെന്ന്. കരടിക്ക് അത്രേ കിട്ടിയുള്ളൂ കേട്ടോ. എഡിറ്റ് ചെയ്തല്ലേ അവിടെ ജോലി. പോടാ. ഇങ്ങനെയുള്ള കുറെ നാണം കെട്ടത് ഇങ്ങനെ നടപ്പുണ്ട് എവളെ പിന്നാലെ. ചോദിക്കണ ഇവിടെ എന്തിനാണ് ചെയ്യണേ? കരടിയൊക്കെ ഇത് കണ്ട് ആസ്വദിക്കണം. അവനും ഉണ്ട് സബ്സ്ക്രിപ്ഷനില്. അതൊക്കെ കണ്ട് ആസ്വദിച്ചിട്ടാണ് ഈ കരടിയൊക്കെ ഇരുന്ന് പറയണത്. അവളെ നല്ലതാക്കി പറഞ്ഞല്ലേ കുറച്ചുകൂടെ അവള് മൊത്തത്തിൽ അങ്ങ് തുറന്നിടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. എവനും കിട്ടും അതിന്റെ ഒരു വീതം. അല്ലേടാ കരടി? അല്ലല്ല, നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് ആ ടീഷർട്ട് മടക്കി ചുരുട്ടി കെട്ടി വെച്ച് ഇച്ചിരി വയറൊക്കെ കാണിച്ചാല് പൊക്കിളൊക്കെ കാണിച്ചാല് നമ്മൾ ലൈവ് ഓൺ ആവത്തുള്ളൂ. അത് എങ്ങനെയൊക്കെയോ എന്തോ അതിനകത്തോട്ടൊക്കെ കയറ്റി ആ വയറ് കാണിക്കാൻ പെടുന്ന പാട്, എല്ലും തോലും കാണിക്കാൻ പെടുന്ന പാട് ഒന്നും പറയണ്ട ജനങ്ങളെ, മാന്യമഹാജനങ്ങളെ. എടുത്തോണ്ട് പോയേക്കുന്നത്. എനിക്ക് കുഴപ്പമൊന്നുമില്ല. പൊക്കി എനിക്ക് യാതൊരു പ്രശ്നമില്ല. ഞാൻ പറഞ്ഞില്ല, എന്നെ സ്നേഹിക്കുന്നവർ ഇപ്പോഴും സ്നേഹിക്കുന്നവരാരാണ്? അപ്പാപ്പന്മാരും അപ്പൂപ്പന്മാരും മരിക്കാൻ കിടക്കണവന്മാരും. പിന്നെ ഒരറ്റത്ത് നീ ഇപ്പൊ നിന്റെ വീട്ടിൽ ഒരു റൂമിലാണെങ്കിൽ ഇപ്പുറത്ത് നിന്നെ തങ്കപ്പൻ ചേട്ടനും കാണും. നിന്റെ വിയർക്കാതെ തിന്നോണ്ട് നീ ഇതേ കണക്ക് കാണിച്ചു കൊണ്ട് കൊടുക്കുന്ന നിന്റെ ചേട്ടൻ എന്ന് പറയുന്ന ആ സാധനവും കാണും. പിന്നെ അതുപോലെ നിന്റെ കൂട്ടുകാരും കാണും. എല്ലാരും കാണും. എല്ലാരും ഇങ്ങനെ ഇരിപ്പുണ്ട്. എൻ്റെ മോൾ അവിടെ എന്താണ് പരിപാടി, എൻ്റെ മോക്ക് എന്താണ് പരിപാടി എന്നും പറഞ്ഞു. ഇതെന്തിരിക്കണത് എനിക്കറിഞ്ഞൂടാ. ലൈവ് കയറി കണ്ട് ആസ്വദിച്ച സ്ക്രീൻഷോട്ട് എടുത്തവന്മാരാണല്ലോ ഈ പരിപാടി കാണിച്ചത്. ആസ്വദിക്കാൻ പറ്റിയ ചരക്ക്. എന്ത് തരത്തിലുള്ള ആസ്വാദനമാണ് ഇവൾ ഉദ്ദേശിക്കണേന്ന് മനസ്സിലാവണില്ല. ലോകത്തൊന്നും ഇല്ലാത്ത ഒരു പെണ്ണും പുള്ള അല്ലേ ഇവള്. എന്താണെന്തോ ഇവള് എല്ലാത്തിലും പറയുന്നുണ്ട്. ആസ്വദിക്കണം കണ്ട് ഇത്രക്ക് ദാരിദ്ര്യമാണ്. ആർക്കറിയാം. അപ്പൊ ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് അവള് സബ്സ്ക്രിപ്ഷൻ ഉണ്ടാക്കിയിരിക്കണേന്നും ഇതൊക്കെ അവളെ കുടുംബത്തിലുള്ള ആൾക്കാർ കാണോന്നൊക്കെ ഇവക്ക് അറിയാല്ലേ. അപ്പം എല്ലാവർക്കും ബൈ ബൈ ടാറ്റ. നോക്ക് ടീച്ചർ സോറി. എന്നിട്ട് ടാറ്റ പറഞ്ഞിട്ട് എവള് മണിക്കുട്ടന്മാരാ എവക്ക് വയ്യ. സത്യം പറഞ്ഞ വയ്യ. വല്ല ഉളമ്പാറയും കണ്ടം കൊണ്ട് ഇടണ വയ്യ. കൊരങ്ങന്മാരൊക്കെ ഇരിക്കും. നമ്മള് മറ്റേ തെന്മലയൊക്കെ പോകുമ്പോഴമ്മ ആ കല്ലിന്റെ മണ്ടയിൽ പഴത്തിന് ഇങ്ങനെ ഇരിക്കൂലേ, അത് കണക്ക് ഇങ്ങനെ ചെറിഞ്ഞ്. അയ്യോ പ്ലീസ്. അയ്യോ കൂടെ തൊപ്പി ഇങ്ങനെ വെച്ച് ഞാൻ പൊയ്ക്കോട്ടെ. അയ്യോ
ഫിൽറ്റർ മാറ്റാലോ? അയ്യോ ഓ ഇതൊരു ചുണ്ടല്ലേ. ഏ, ഫിൽറ്റർ മാറ്റിയല്ലോ. ഏ. നാച്ചുറൽ ബ്യൂട്ടിയാണ്. അയ്യോ. ഫിൽറ്റർ ഇല്ല, എന്റെ മുഖം കാണുന്ന നാച്ചുറൽ ബ്യൂട്ടിയാണ് എന്റെ. ഫിൽറ്റർ ഇല്ലാത്ത ഞാൻ. ആ, കിളവി സത്യം. ആ ഫിൽറ്റർ ഇട്ട് തിരക്കേ കാണിച്ചു വെച്ചോണ്ടാണ് അങ്ങനെ ഇരുന്ന്. മാറ്റിയേ. മാറ്റി എന്നാലും മണിക്കുട്ടന്മാർക്ക് വേണ്ടിയിട്ട് മാറ്റിയേ. പറയേ. ഫിൽറ്റർ മാറ്റി കുട്ടാ. അയ്യോ ഫിൽറ്റർ മാറ്റി കുട്ടാ. ഡാൻഡിന് പിന്നെ തൊപ്പി എടുത്ത് വെച്ചു. നോക്കടാ സ്റ്റൈല് നോക്കടാ. എനിക്ക് വയ്യ. ഒഴിവാക്കിയല്ലോ ഫിൽറ്റർ. അയ്യോ അമ്മമ്മ. അപ്പൊ ഞാൻ പോകുന്നു. അയ്യോ ബൈ ബൈ. ഓക്കെ. അയ്യോ ഇത് ഏതാ നിക്കറ്? എനിക്ക് തോന്നുന്നു ആ കൊച്ചിന്റെ നിക്കറങ്ങാണ്ട് എടുത്തിട്ടേക്കണേ. ഋതപ്പന്റെ നിക്കറ്. എന്റെ വാക്കുകളിൽ എന്തെങ്കിലും നിങ്ങൾക്ക് വിഷമം വന്നിട്ടുണ്ടെങ്കിൽ ഐ എം സോ സോറി. അയ്യോ നിങ്ങളുടെ വാക്കുകളിൽ എനിക്ക് വിഷമം വന്നിട്ടുണ്ടെങ്കിൽ ഞാനത് ക്ഷമിച്ചു. തേങ്ങ കൊല. എല്ലാ ഷൂചേട്ടന് വേണ്ടിയിട്ട് നിങ്ങൾ ആരും വേറെ ഒന്നും തെറ്റിദ്ധരിക്കരുത്. ഞാനൊരു പാവപ്പെട്ട വിധവയാണ്, ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന വിധവ, 10 എണ്ണത്തിനെ ഊട്ടി പോറ്റാൻ വേണ്ടി കഷ്ടപ്പെടുന്ന വിധവ. നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ ചെയ്ത് എല്ലാവരും എൻ്റെ വീഡിയോകൾ, ഞാൻ ഈ കാണിക്കുന്ന കുൽസിതങ്ങൾ എല്ലാവരും നിങ്ങൾ കാണണം കേട്ടോ. ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമാവും. ഞാൻ വിധവ ജീവിക്കാൻ വേണ്ടി. നിങ്ങൾ പറയുന്ന എന്ത് ഞാൻ ഒഴിവാക്കും. അടുത്ത ദിവസം നിങ്ങൾ പറഞ്ഞ് എന്ത് ഒഴിവാക്കണം എന്ന് അടുത്ത് നിങ്ങൾ കമന്റ് ചെയ്യൂ. അടുത്ത ഒഴിവാക്കാൻ പറയണത് ഞാൻ ഒഴിവാക്കും. നിങ്ങൾ പറയണ എന്ത് ഞാൻ ചെയ്യും. നിങ്ങൾ എന്താണ് ചെയ്യാൻ പറയണത് അതെല്ലാം ഞാൻ ചെയ്യും. ഇപ്പം വേറെ കുറച്ചുകൂടെ പറഞ്ഞെങ്കിലും ഞാനത് ചെയ്തേരുന്നു. കഴപ്പുകളാണല്ലേ. എനിക്കറിഞ്ഞൂടാ. മൂത്ത കഴപ്പ് ഇവിടെ നിക്കണ കഴപ്പല്ല. ഇവര് മിക്കവാറും സർട്ടിഫിക്കറ്റ് അടിച്ചു വിടാനാണ് ചാൻസ്. വീട്ടുകാരും ഞങ്ങൾ മൊത്തം ഈ പരിപാടി ഡാൻസ് എന്റെ വീട്ടിൽ മനസ്സിലായി. ആൾക്കാർ ഈ പരിപാടിയാണ്. മനസ്സിലായി. രേഷ്മ പി തങ്കച്ചന്റെ വീട്ടുകാർ മൊത്തത്തിൽ ഈ പരിപാടിയാണെന്നാണ് അമ്മ പറയണത്. മനസ്സിലായി. എല്ലാം മനസ്സിലായി. നല്ല ഫാമിലി. ചെറുപ്പം തൊട്ട് അവക്ക് ഈ പരിപാടിയായിരുന്നു. ഈ പരിപാടി ഇനി എന്നും തുടർന്നോണ്ടേ മുന്നോട്ട് പോവും. ഞങ്ങളെല്ലാരും ഞങ്ങളുടെ വീട്ടിലുള്ള എന്റെ കൊച്ചാങ്ങളെ, വലിയ ആങ്ങളെ, 2 ആങ്ങളമാർ, അവര് എല്ലാവർക്കും ഈ പരിപാടിയായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പൊ ഇത്രയൊക്കെ കേറിയത്. മനസ്സിലായി. കളിച്ച് ബാറ് വരെ എത്തി. ഞണ്ണണ്ടേ രമ്യക്ക് ശീതലകാരയുടെ സ്വഭാവം, അവക്ക് നന്ദലാരയുടെ സ്വഭാവം. രമ്യക്ക് നീന്തലാരയുടെ സ്വഭാവം. അപ്പൊ രമ്യക്ക് അത്ര വലിയ ടാലന്റ് ഒന്നും നീന്തലാരയുടെ സ്വഭാവം പോലെ. അത് അവരയാളായിരിക്കുമല്ലോ. അയാളെ ആയിരിക്കും ഇനി നീന്തലാരെന്ന് ഇടുന്നത് പറയണത്. അപ്പൊ രമ്യക്ക് അച്ഛൻ വലിയ ഡാൻസർ അല്ല, പക്ഷെ അമ്മച്ചി നല്ല. അമ്മച്ചി പണ്ട് ഡാൻസർ ആയിരുന്നു. ആ കഴിവാണ് മോക്ക് കിട്ടിയിരിക്കുന്നത്. ചെറുപ്പത്തിൽ ഞങ്ങളെല്ലാം ഡാൻസും പാട്ടും എല്ലാം ഉണ്ടായിരുന്നു. ഇത് കാണാൻ ചെറുപ്പത്തിലേ അങ്ങനെയുള്ളൊരു സ്വഭാവമാണ് രേണുവിന് കിട്ടിയിരിക്കണത്. കഴിവാണ് കിട്ടിയത്. പക്ഷെ സുധി ഉള്ളപ്പോഴേ ഇങ്ങനെ അവിടെയൊക്കെ കാണിച്ചായിരിക്കും. സുധി കവാലമ്പളൊക്കെ അടിച്ചു കൊടുത്ത് അവിടെ ഇട്ടിരുന്നെന്നാണ് തോന്നണത്. പാട്ടും പാടും, ഡ്രസ്സും കളിക്കും. പാട്ടും പാടും, ഡ്രസ്സും കളിക്കും. ഓ എല്ലാം ചെയ്യും. ഇപ്പം എല്ലാം പള്ളിയുടെ സംബന്ധമായിട്ട് വിജുവേഴ്സിലാണ്. ഇപ്പൊ പള്ളിയൊക്കെ ആയിട്ട് നടക്കണത് കൊണ്ട് ഇപ്പൊ നമുക്ക് ഡ്രസ്സും പാട്ടൊന്നും കളിക്കാൻ പക്ഷെ ഡ്രസ് ഇപ്പൊ രേണുവാണ് ഡ്രസ്സും കളിക്കണത്, ഡ്രസ്സും മാറ്റണത് എല്ലാം രേണുവാണ്. നന്ദലാലേ എന്നൊക്കെ കളിക്കണത്. എക്സ്ക്ലൂസീവ് ലൈവ്. അയ്യോ ഇത് കണ്ടാണ് ഏട്ടാ അവര് വീഴണ. അയ്യോ രേണുവിന്റെ ട്വിന്നാണെന്ന് തോന്നുന്നു കേട്ടോ.